ചൈന ചതിയൻ രാഷ്ട്രമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബോധം വരാറുണ്ട്. അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ പലതാണെങ്കിലും എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ശക്തി അവർക്ക് ബോധ്യപ്പെട്ടു വരികയാണ്. കടത്തിൽ മുങ്ങിയും ലോകരാഷ്ട്രങ്ങളുടെ എതിർപ്പും നിലനിൽക്കുന്നതിനിടെ ചൈനയുടെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്ന നിലയിലാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ ചേർത്ത് പിടിച്ച് പുതിയ വിപണി തുറക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി വീണ്ടും ചൈനയുടെ ഗ്രാഫ് ഉയർന്നിരിക്കുകയാണ്. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ റിപ്പോർട്ട് പ്രകാരം 118.4 ബില്യൺ US$ കയറ്റുമതി വ്യാപാരമാണ് 2023-2024 വർഷ കാലയളവിൽ നടന്നത്. അമേരിക്കയാണ് തൊട്ടു പിന്നിൽ. UAE ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യാപാര പങ്കാളി. റഷ്യ, സൗദി അറേബ്യ, സിംഗപ്പൂർ എന്നിവയാണ് തൊട്ടു പിന്നിൽ. 2021-22, 2022-23 സാമ്പത്തിക വർഷത്തിൽ US ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ 8.7% വർധനമാണ് ഉണ്ടായത്. ഇരുമ്പയിര്, പരുത്തിനൂൽ, തുണിത്തരങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴം, പച്ചക്കറികൾ, പ്ലാസ്റ്റിക് എന്നിവയുടെ കയറ്റുമതിയിലാണ് വലിയ വളർച്ച രേഖപ്പെടുത്തിയത്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി 3.24% വർദ്ധിച്ച് 101.7 ബില്യൺ US$ ആയി. അതേസമയം 2023-24 സാമ്പത്തിക വർഷം US-ലേക്കുള്ള കയറ്റുമതി 1.32% ഇടിഞ്ഞ് 77.5 ബില്യൺ US$ ആയി. 2022-23 ഇത് 78.54 ആയിരുന്നു. ഇറക്കുമതി 20% കുറഞ്ഞ് 40.8 ബില്യൺ US$ എത്തിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2019 മുതൽ 24 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ മികച്ച 14 വ്യാപാര പങ്കാളികളുമായി ഇന്ത്യയുടെ വ്യാപാരം മാറ്റങ്ങൾക്ക് വിധേയമായെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് 2013-14 സാമ്പത്തിക വർഷം മുതൽ 2017-18 വരെയും 2020-21 ചൈനയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. ചൈനയ്ക്ക് മുമ്പ് UAE ആയിരുന്നു ഈ സ്ഥാനം നിലനിർത്തിയിരുന്നത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് UAE-യിലുണ്ടായ വ്യാപാര മാറ്റങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിയെ സാരമായി ബാധിച്ചിരുന്നു. ഇപ്പോൾ UAE-യും ഇന്ത്യക്കൊപ്പമുള്ള വ്യാപാര ഇടപാടുകൾ വർദ്ധിപ്പിക്കാൻ മത്സരിക്കുകയാണ്.